ഹായ് ഗായ്സ് നമുക്ക് എംലോഫിൽ ഒരു ഷോപ്പിങ്ങിന് പോയാലോ? NHRCയുടെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഷോപ്പിംഗ് വ്ളോഗാണ് ഇന്ന്. ഞാൻ അവിടെ പോയിട്ട് നേരെ ജോയലിനെയാണ് കണ്ടത്. ജോയലിനെ കണ്ടിട്ട് എൻ്റെ റിക്വയർമെൻറ്റ് പറഞ്ഞു. ജോയലെ, എനിക്ക് NHRCയുടെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ എടുക്കാൻ ഒരു സാരി വേണം. അപ്പോൾ ജോയൽ എനിക്ക് സജസ്റ്റ് ചെയ്ത ഫസ്റ്റ് സാരി ഈ ഒരു ബ്ലാക്കും, പിന്നെ വന്നത് ഒരു നമ്മുടെ നേരത്തെ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് ബ്യൂട്ടി ആയിരുന്നു കേട്ടോ. അപ്പോൾ ജോയൽ പറഞ്ഞ സജഷൻ ഇതായിരുന്നു, ഗോ വിത്ത് ദ സെയിം കളർ ബ്ലൗസ് ഒക്കെ ഇട്ട് ഒരു പാറ്റേണും എനിക്ക് പറഞ്ഞു തന്നു കേട്ടോ. ആ പാറ്റേണിൽ തന്നെയാണ് എനിക്ക് വിഹാൻ കൊട്ടാരക്കരയിൽ നിന്ന് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും അടിപൊളി കളക്ഷൻസ് ആയിരുന്നു കേട്ടോ എംലോഫിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഞാൻ മനസ്സ് നിറഞ്ഞിട്ടാണ് എംലോഫ്റ്റ് നിന്ന് ഈ സാരിയും കൊണ്ട് ഇറങ്ങിയത്. ഡൽഹി ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഈ സാരി എല്ലാം ബ്യൂട്ടിഫുള്ളി ഡ്രേപ്പ് ചെയ്യുന്നത് ഡ്രേപ്പ് ബൈ ഹേമ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാമിലെ ഒരു കുട്ടിയാണ്. ഡൽഹിയിൽ നിങ്ങൾക്ക് സാരി ഡ്രേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷീ ഈസ് ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് ഡ്രേപ്പ് ചെയ്യും കേട്ടോ. വിത്തിൻ നോ ടൈം ഷീ വിൽ ഡ്രേപ്പ് ദ സാരി ബ്യൂട്ടിഫുള്ളി. അതുപോലെ തന്നെ എനിക്ക് ഹെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് രാഹുലായിരുന്നു. രാഹുൽ ഒരു അടിപൊളി ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെയാണ് എന്നെ ഇത്രയും സുന്ദരിയാക്കിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എംലോഫിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ നല്ല സാരികൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ബഡ്ജറ്റ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും വി വിൽ ഗെറ്റ് ഇൻ ദാറ്റ് ബഡ്ജറ്റ്. അപ്പോൾ അടിപൊളി കസ്റ്റമർ സർവീസും ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിവേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡു വിസിറ്റ് എംലോഫ്റ്റ്. ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഇറ്റ്സ് മീ പൂമ്പാറ്റ സൈനിങ് ഓഫ്. ലവ് യു ആൾ. ഉമ്മ.